ഹലോ ഫ്രണ്ട്സ്, അശ്വതി സീഡ്ലിംഗ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ കാലിബ്രസ്റ്റ് യെല്ലോ പെറ്റൂണിയയുടെ പോട്ടിംഗ് രീതിയും അതിൻ്റെ കെയറിങ്ങും അതുപോലെ തന്നെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ യെല്ലോ പെറ്റൂണിയയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഇതിൽ നിന്നാണ് നമ്മളിപ്പം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം മൊട്ടൊക്കെ വന്നു തുടങ്ങിയ നല്ല പ്ലാന്റാണ്. ഇതിൽ നിന്നും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു 3 പ്ലാന്റ് ഞാൻ സെലക്ട് ചെയ്ത് നടുന്നുണ്ട്. ഇത് 3 മാസം പ്രായമുള്ള തൈകളാണ്. ഇതിന് നല്ല സ്ലോ ഗ്രോത്താണ് ഈ പ്ലാന്റിന്. അപ്പോൾ 3 മാസം പ്രായമായ തൈകളിലൊക്കെ മൊട്ടുകൾ വന്നു തുടങ്ങി. മൊട്ടുകൾ വന്നു തുടങ്ങിയതുമായിട്ടുള്ള തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതും. ഇനി ആ തൈകൾ റീപോട്ട് ചെയ്യുന്ന ഒന്ന് കാണാം. ആദ്യമേ തന്നെ നമ്മൾ പോട്ട് നല്ല നീർവാർച്ചയ്ക്ക് വേണ്ടിയിട്ട് അടിവശത്ത് നല്ല ഹോളുണ്ടായിരിക്കണം. പോട്ടിൽ വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടിയാണ് നല്ല ഹോളുള്ള പോട്ട് നോക്കി സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് കല്ലുകൾ ഇടണം, അല്ലെങ്കിൽ നമ്മുടെ ഓടിൻ്റെ കഷ്ണങ്ങളിട്ട് വെള്ളം വാർന്നു പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണം. അതിനുശേഷം മണൽ, ഞാൻ വെർമി കമ്പോസ്റ്റാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. മണ്ണും മണലും വെർമി കമ്പോസ്റ്റും കുറച്ച് പോട്ട് മിക്സും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ആണ് ഈ തൈകൾ നടുന്നത്. അപ്പോൾ ഒരേ ഗ്രോത്തുള്ള തൈകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 10 വലിപ്പമുള്ള പോട്ടാണ്. ഈ 3 പ്ലാന്റ് നടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്ലാന്റ് നല്ല ബുഷിയായിട്ട് ഈ പോട്ട് നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 3 പ്ലാന്റ് നമ്മൾ ഈ 15 പോട്ടിൽ നട്ട് ഇതിനെ മണ്ടയൊക്കെ നുള്ളി ബുഷ് ചെയ്ത് വളർത്തുമ്പോഴും ഈ ചട്ടി നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിറച്ച് ഫ്ലവറായിട്ടിരിക്കും. ഒരു പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ചെറിയ പോട്ടിൽ നടാം. അത് നമ്മൾ പിഞ്ച് ചെയ്ത് ബുഷ് ചെയ്ത് വേണം നടാൻ. ആദ്യമേ നട്ട് കഴിഞ്ഞതിന് ശേഷം മണ്ടയൊന്ന് നുള്ളി കൊടുക്കണം, എന്നാലേ പ്ലാന്റ് നല്ല ബുഷായിട്ട് വരത്തുള്ളൂ. ഞാനപ്പോൾ നടുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓരോ പ്ലാന്റും നമ്മൾ ഈ കവറിൽ നിന്നും ഇങ്ങനെ സുരക്ഷിതമായിട്ട് ഇളക്കിയെടുക്കണം. വെള്ളം നനച്ചു കൊടുത്തിട്ട് ഇളക്കുമ്പോൾ മണ്ണ് ഉടഞ്ഞു പോകാതിരിക്കും. അപ്പോൾ ഈ പ്ലാന്റ് 3 ഇതേ കണക്ക് ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കണം. വേരിനൊന്നും ക്ഷതം പറ്റാത്ത രീതിയിൽ വേണം കവറിൽ നിന്നും പ്ലാന്റ് ഇളക്കിയെടുക്കാൻ. ഞാൻ അരഭാഗം മണ്ണാണ് ആദ്യമേ എടുത്തിരുന്നത്. പ്ലാന്റ് വെച്ചതിന് ശേഷം കുറച്ച് മണ്ണുകൂടി ഇട്ട് പ്ലാന്റ് നല്ലതുപോലെ സെറ്റ് ചെയ്യാം. ഞാൻ ഇതിലൊരു കാര്യം വിട്ടുപോയത്, ഇതിൽ കരിക്കട്ടപ്പൊടി ചേർക്കണമായിരുന്നു. അപ്പം കുറച്ച് കരിക്കട്ടപ്പൊടി മണ്ണിൽ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പം കുറച്ച് കരിക്കട്ടപ്പൊടി കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. 4 സൈഡിലും ഇട്ട് കൊടുത്ത് മണ്ണിലൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ആൻറ്റി ഫംഗലുമാണ്. അതുപോലെ തന്നെ ഇത് ഒരു റൂട്ടിംഗ് ഹോർമോണുമാണ്. അപ്പം വേര് പെട്ടെന്ന് പിടിക്കാനും ആൻറ്റി ഫംഗലായിട്ട് പ്രവർത്തിക്കാനും ഈ കരിക്കട്ടപ്പൊടി നല്ലതാണ്. അത് ആദ്യമേ തന്നെ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് വേണം പ്ലാന്റ് നടാൻ. ഞാനിത് വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് കുറച്ച് കരിക്കട്ടപ്പൊടി കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ കുറച്ച് മണ്ണ് കൂടി നമുക്കിതിൽ ചേർത്ത് പ്ലാന്റ് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ മഴക്കാലത്ത്, പ്രത്യേകിച്ചും മഴക്കാലത്ത് പെറ്റൂണിയയ്ക്ക് നല്ല രോഗങ്ങളും ചീയലും എല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, നമ്മളെ പെറ്റൂണിയയ്ക്ക് ഒരു ഇലപ്പുള്ളി രോഗം വരുന്നുണ്ട്. ഇലപ്പുള്ളി രോഗം എന്ന് പറഞ്ഞാൽ ചെടി മഞ്ഞളിച്ച് അടിയിലത്തെ ലീവ്സൊക്കെ മഞ്ഞളിച്ചിട്ട് ഒരു കറുത്ത പുള്ളി കണക്ക് വന്ന് അതൊരു ഫംഗസ് രോഗമാണ്. അതിന് നമ്മൾ മഴക്കാലത്ത് കോണ്ടാഫ് എന്ന് പറഞ്ഞ ഒരു ഫംഗിസൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 1.5 ml എടുത്തിട്ട് പെറ്റൂണിയയ്ക്ക് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കിത് വളരെ സഹായിക്കും. നല്ല ഒരു മരുന്നാണത്. പെറ്റൂണിയയ്ക്ക് ഇലപ്പുള്ളി രോഗം എന്ന് പറഞ്ഞാൽ മഞ്ഞളിപ്പും ഫംഗസ് മൂലമുള്ള ഒരു രോഗമാണത്. അതിന് പ്രത്യേകിച്ചും അതാണ് ചെയ്യാനുള്ളത്. ഞാനിപ്പോൾ ഈ ചെടിക്ക് വെള്ളം നനച്ചതിന് ശേഷം അതിൻ്റെ മണ്ട ഒന്ന് ചെറുതായിട്ട് നുള്ളി വിടുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ നിറച്ച് ബ്രാഞ്ചസ് വരുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ആ തളിരില ചെറുതായിട്ട് നുള്ളി വിട്ടത്. എന്നിട്ട് ഒരു സൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഞാൻ കലക്കിയിട്ട് ഇതിൽ നനച്ചു കൊടുക്കുന്നുണ്ട്. കുമ്മിൾ രോഗമൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൂഡോമോണാസ് കലക്കി ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെറ്റൂണിയയ്ക്ക് എപ്പോഴും മണ്ണ് നല്ല ഡ്രൈ ആയതിനു ശേഷം മാത്രമേ പെറ്റൂണിയയ്ക്ക് വെള്ളം നനയ്ക്കാവുള്ളൂ.
ഞാൻ ആ റീപോർട്ട് ചെയ്ത പ്ലാന്റിനെയാണ് ഈ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി ഇത് നല്ല ബുഷാക്കി എടുക്കണം പ്ലാന്റ്. അങ്ങനെ ബുഷായ ഒരു പ്ലാന്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നല്ല 3 പ്ലാന്റ് വീതം നട്ടിട്ട് ബുഷാക്കിയെടുത്ത പ്ലാന്റാണ്. ഇനിയും ഇതിനെ ബുഷാക്കണമെങ്കിൽ നമ്മൾ 2-3 പ്രാവശ്യം പിഞ്ചിങ് ചെയ്ത് പ്ലാന്റിനെ ബുഷാക്കിയെടുക്കണം. അപ്പോഴും നിറയെ ബ്രാഞ്ചസ് വരുന്നതാണ്. ഇനി പെറ്റൂണിയയുടെ വളപ്രയോഗം. പെറ്റൂണിയയ്ക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു 15 ദിവസം കൂടുമ്പോൾ DAP ഒരു 3-4 തരി ഇട്ട് കൊടുക്കാം. അതുപോലെ കപ്പലണ്ടി പിണ്ണാക്കും പച്ചച്ചാണാനും പുളിപ്പിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്ത് 8 ഇരട്ടി വെള്ളം ചേർത്തിട്ട് 8 ഇരട്ടിയോ 10 ഇരട്ടിയോ വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് കയറി വരികയും ചെയ്യും, നല്ല ഫ്ലവർ തരികയും ചെയ്യും. ഇനി എല്ലാവരും പറയുന്ന ഒരു കീടാക്രമണമാണ് വെള്ളീച്ചയുടെ ശല്യം. വെള്ളീച്ചയുടെ ശല്യത്തിന് നമ്മുടെ അക്താര എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് കിട്ടും. അത് മേടിച്ചിട്ട് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വെള്ളീച്ച നല്ലതുപോലെ മാറുന്നതാണ്. ഒരുപാട് പേർക്ക് പെറ്റൂണിയ നശിക്കുന്നത് ആ ഒരു കീടാക്രമണത്തിൻ്റെ ശല്യം കാരണമാണ് നശിച്ചു പോകുന്നത്. അപ്പോൾ നമുക്കിനി സെയിലിനുള്ള തൈകൾ ഇതാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഈ പെറ്റൂണിയ മാത്രമല്ല, നമ്മളെ കയ്യിൽ ഒരുപാട് വെറൈറ്റി പെറ്റൂണിയ തൈകൾ ലഭ്യമാണ്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.